ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അൻഷോളോസിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എൻ്റെ തറവാടാണ്, അത് കാണിക്കാൻ വെച്ചു. ഇന്നത്തെ വ്ളോഗ് അതാവട്ടെ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു തറവാട് കാണിക്കുന്നത്. അപ്പോൾ അതാവട്ടെ ഇന്നത്തെ വ്ളോഗ് വിചാരിച്ചു. എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ കസിൻസൊക്കെ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ എന്തായാലും ബോറടിച്ച് നല്ല പോസ്റ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഇനി തറവാടാണ്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതാവും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അതാണ് എൻട്രി, അതാണ് ഗേറ്റ്. അപ്പോൾ ഇതൊരു കടന്നു കഴിഞ്ഞാൽ തറവാടിൻ്റെ ഞങ്ങളെ ലോകമാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇത് കാപ്പിത്തോട്ടാണ്. ഇവിടുന്ന് നല്ല അടിക്കുണ്ട്. അത് കഴിഞ്ഞാൽ പുഴയാണ്. ഇത് 2 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഇത് പൂവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത് ജാതിക്ക മരമാണ്. എല്ലാം ഉണ്ട്. ജാതിക്ക, റംബുട്ടാൻ, പേരക്ക, ചാമ്പക്ക ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാപ്പിത്തോട്ടാണ്. പിന്നെ ഇവിടെ ഇതാണ് തറവാട് കേട്ടോ. ഇതാണ് തറവാട്. അപ്പോൾ ഇവിടുന്ന് നല്ല അടിക്കുണ്ട്. അടിക്ക് പോയി കഴിഞ്ഞാൽ പുഴയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കിയേക്കുക. അപ്പോൾ ഇത് ബട്ടറാണ്. ബട്ടർ അവക്കാഡോ ആണിത്. അവിടെ ഉണ്ട് ഒന്ന്, അവിടെ ഉണ്ട് അവക്കാഡോ. അപ്പോൾ ഇതാണ് തറവാട്, ഞങ്ങളെ ലോകാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കിയേക്കുക. ഇവിടെ അതാണോ, ഇത് പേരക്ക മരം. കുറേ സാധനങ്ങളുണ്ട്. ഇതടുത്ത അവക്കാഡോ. ഇതാണ് കാപ്പിത്തോട്ടോ. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മേലക്കുണ്ട്. അവിടെ അമ്പഴങ്ങ, കുറേ സാധനങ്ങൾ. നല്ല വെയിലാണ്. ഇപ്പം മഴക്കാരോട് വന്ന് പോയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ പോയൊക്കെ അടിക്ക്. ഇത് പേരക്കോട് ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ പോയൊക്കെ അടിക്ക്. അങ്ങോട്ട് നമുക്ക് പോയൊക്കെ. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ആപ്പിൾ ചാമ്പക്കാണ്. ആപ്പിൾ ചാമ്പക്ക ഉണ്ടായി കായ്ച്ചിട്ടുള്ളൂ. കായ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സാധനം. കാണാൻ പറ്റണ്ടോ? ആണല്ലേ, ഇത് കാപ്പിത്തോട്ടാണ്. ഇത് അങ്ങോട്ട് അടിക്കുണ്ട്. ഇത് അടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് പുഴയാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ലാസ്റ്റ് പോവാം. ഇത് പശുത്തൊഴുത്താണ്. അപ്പോൾ പേരക്ക ഉണ്ട്. ബബ്ലി മൂസ് ഉണ്ട് അവിടെ. അത് നോക്കിയാൽ നമുക്ക് പോയിട്ട്. ബബ്ലി മൂസും കുറേ സാധനങ്ങളുണ്ട്. അത് അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ്. നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ അതാ ബബ്ലി മൂസ് ഉണ്ട്. സപ്പോട്ട ഉണ്ട്. ആ സപ്പോട്ട ഇല്ലാത്ത ഒന്നുമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇല്ലാത്ത ഒന്നുമില്ല. ഇവിടെ വന്നതിനൊരു എന്താ പറയുക, നല്ലൊരു വൈബ് സ്ഥലമാണ്. ഫുള്ള് കാടും പുഴയും. അടിയിൽ പുഴ ഉണ്ട്. ഇതിൻ്റെ അടിക്ക് നേരെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ പുഴയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ മേലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും പോയി അടിക്ക് പോയേക്കാം. അവിടെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അവർ എന്തൊക്കെ അലക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടി പോവാൻ ചെറിയൊരു പേടിയുണ്ട്. കാരണം നല്ല അട്ടുണ്ട്. നല്ല കട്ട നല്ല സീനാണ്. അപ്പോൾ എന്തായാലും പോയൊക്കെ അവിടെ ഇങ്ങനെ ഫുള്ള് നല്ല വൈബ് സ്ഥലമാണ്. നല്ല ചില്ല് ചെയ്തിരിക്കുക. കാപ്പി പറിക്കാറായിട്ടില്ല. പകുതി ആയിട്ടുള്ളൂ. ഒരു 3-4 മാസം കൊണ്ട് ഇങ്ങനെ കാപ്പി പറിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അട്ട ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അട്ട നല്ല ഉണ്ട്. പുഴ അവിടെ അടുത്ത് തന്നെ. പുഴയെന്ന് പറയാൻ പറ്റില്ല. ഇവർ ഇവിടെ ഉള്ളവരൊക്കെ പുഴയെന്ന് അറിയാം. അങ്ങനെ പറഞ്ഞ് ഞാനും പുഴയെന്ന് അറിയും. പുഴയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളവിടെയൊക്കെ ഇതിന് തോട് കാര്യങ്ങൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഇവിടെ വഴി ഉണ്ടായിരുന്നു, കാണാനല്ല. സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷെ വഴിയാണല്ലോ പോന്തേ. അപ്പോൾ പിന്നെ പോവാം അങ്ങോട്ട്. ഇവിടെ വഴിയൊന്നും കാണാനില്ല. നോക്കി ഇതുകൂടെയൊന്നും വഴി ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ എന്തോ ഉണ്ട്. പോന്തേ അവിടെ ഫുള്ള് കാടാ. അപ്പോൾ മഴ ടൈമല്ലേ, പാമ്പൊക്കെ ഉണ്ടാകും ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇനി മേലേക്ക് പോയേക്കാം. അവിടെ നോക്കി നോക്കാം. അവിടെ അലക്കും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അവിടെ പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. എന്തായാലും ഞാൻ നടന്നു നോക്കാം. അപ്പോൾ എന്താ പറയുക, അടിപൊളി, സൂപ്പർ.
എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ കേസ് അങ്ങനെ ഞാൻ കയറി ഇങ്ങോട്ട് എത്തി, വീടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് എത്തി. ഇവിടെ അല്ല ഈ കാണുന്ന അമ്പഴങ്ങ മരമാണ്, അമ്പഴങ്ങ. അപ്പം അതിൻ്റെ ചുവട്ടിൽ നിന്ന് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കയറി ഇതാ സൈഡ് ഭാഗത്തെത്തി. അവിടെ ഇവിടെ മേലേക്ക് ഗ്രൗണ്ടാണ്, ചെക്കന്മാർ കളിക്കാറുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ അതാണ് സൈഡ് വ്യൂ. തറവാട് ചെറിയ തറവാടാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും നോക്കാം. കുറേ ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ കുറേ ഇങ്ങനെ നടന്നിട്ട് കസിൻസൊക്കെ ഉള്ളപ്പോൾ അവരപ്പം ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാൻ നല്ല നടന്നിട്ടില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ബോറടിയില്ല, ഒന്നുമില്ല, അടിപൊളിയാണ്. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ബോറടിയാണ്. ഇതിങ്ങനെ നടക്കുമ്പോൾ ബോറടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏലം കാണിച്ചത്, ഏലം ഇവിടെ ഏലക്കായ ഉണ്ട്, ഏലം. ഇവിടെ ഈ സൈഡും കാപ്പിത്തോട്ടാണ്. കാപ്പിത്തോട്ടം മഴയല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതാ ഏലം കേട്ടോ. ഇതാണ് ഏലം. ഏലം ഉണ്ടായിക്കോ, ഉണ്ടായിക്കോ. ഏലം, ഏലക്കായ്, ഇതാണ് ഏലം. ഇത് മുസമ്പി, അതും അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ഇരുമ്പാമ്പുളി ഉണ്ടാകുന്നുണ്ട് അവിടെ. അതാ ഇരുമ്പാമ്പുളി വരും, അവിടേക്ക് പോയേക്കാൻ മതി. ഇവിടെ അങ്ങനെ പോയത്, ഞാൻ വീണ്ടും ബാക്ക് വശത്ത് എത്തിക്കണം. അതാണ് ബാക്ക് വ്യൂ. ഞാൻ അങ്ങടെ അടിയിലേക്ക് അങ്ങടെ ഇറങ്ങി പോയാൽ നമുക്ക് ഇതുകൂടെ ഒന്ന് പോയല്ലോ, ഇതുകൂടെ ഒന്ന് പോയേക്കാം. ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല വൈബ് സ്ഥലമാണ്. ആ സപ്പോട്ട ഞാൻ നേരത്തെ കാണിച്ചത്, ഇവിടെ അങ്ങനെ പോയേക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഇരുമ്പാമ്പുളി കേട്ടോ, ഇരുമ്പാമ്പുളി. ഇരുമ്പാമ്പുളി ഇല്ല മരം, ഇരുമ്പാമ്പുളി. അപ്പോൾ ഫുള്ള് കാട് പ്രദേശമാണ്. അപ്പോൾ നല്ല അട്ട ഉണ്ടാവും, അതാണ് ഒരു ഇത്. അട്ട കടിച്ച് കഴിഞ്ഞാൽ പണിയാ. അപ്പോൾ നല്ല ചില്ല് ചെയ്ത് നല്ല മൂടായിട്ട് ഇരിക്കുക. ഈ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ, അത് ഇവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ നിറം. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇത് ഹാള്, ഇതാണ് ഹാള്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് റൂം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ബാത്റൂമാണ്. അവിടുന്ന് ചെറിയ ഒരു വീടാണ്. അപ്പോൾ ഇത് റൂമാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഫുള്ള് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് അതിൻ്റെ അടിയിലേക്ക് ഉണ്ട് കേട്ടോ, പക്ഷേ അവിടെ ഫുള്ള് കാട്, ഞാൻ പറഞ്ഞില്ലേ അട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ചുറ്റുതാ ഈ തിണ്ടത്തിരുന്നിട്ടുണ്ടല്ലോ ഒരു കട്ടൻ ചായ, അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കുടിക്കാനല്ലോ, വൈബാണ്. അപ്പോൾ ഇതാണ് മരം, മുറ്റം. ഇവിടുന്നാണ് നോക്കിയാൽ നേരത്തെ കാണിച്ചു തന്നേ കാപ്പിത്തോട്ടം. ഇവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ പുഴ കാണിക്കാൻ പറ്റില്ല, പുഴ അവിടെ നിന്നാണ് വഴി നേരെ അറിയുന്നില്ല, കുറേ പോയിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കനോട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, തറവാട്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ബൈ.